സഹോദരങ്ങളെ, അങ്ങനെ സംശയത്തിലകപ്പെട്ടിരിക്കുകയാണോ ഇവർ? ഇതാണ് അള്ളാഹു രണ്ടാമത് ചോദിക്കുന്നത്. മൂന്നാമതോ, അമ്മദല്ല യഖാഫൂന, അവർ ഭയപ്പെടുന്നുണ്ടോ, അവർ ഭയപ്പെടുകയാണോ? എന്ത്? അയ്യഹീഫല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ അനീതി ചെയ്യുമെന്ന്. വറസൂലുഹു, അള്ളാഹുവിൻ്റെ റസൂലും. അപ്പൊ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അദാലത്തിൽ അവർക്ക് ശക്കുണ്ടോ? ഇതാണ് അള്ളാഹ് ചോദിക്കുന്നത്. യശുക്കൂന ഫി അദാലത്തില്ലാഹി വറസൂലിഹി, അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും നീതി രൂപത്തിലുള്ള നീതിയിൽ അവർ സംശയിക്കുന്നുണ്ടോ? അള്ളാഹിൻ്റെ റസൂലൊക്കെ ഞങ്ങളോട് ലുൽമേ ചെയ്യുള്ളൂ, അനീതിയെ കാണിക്കുകയുള്ളൂ, ന്യായമല്ല അവർ പ്രവർത്തിക്കുക എന്ന വല്ല പേടിയും ഇവർക്കുണ്ടോ? ഇങ്ങനെ 3 കാരണങ്ങൾ അള്ളാഹു അവരോട് ചോദിക്കുകയാണ്. ബൽ, എന്നിട്ട് അള്ളാഹു പറയാണ് അതൊന്നുമല്ല, എന്നാൽ ഉലായിക്കഹുമുൽ ളാലിമൂൻ, അവർ അക്രമികൾ തന്നെയാണ്, അവർ അക്രമികൾ തന്നെയാണ്. കാരണം എന്താണ്? ഇതൊന്നും ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അവരുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ കാണുന്നുണ്ട്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ പ്രവാചകനെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. സംശയത്തിന് യാതൊരു പഴുതുമില്ലാത്ത നിലക്ക് കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ അവർക്ക് അന്ന് കഴിയുന്നുമുണ്ട്. പക്ഷേ അവരുടെ അക്രമം, അവരാണ് അക്രമികൾ, അവരാണ് ഇവിടെ ലുൽമ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു തആല ലുൽമ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. റബ്ബിൻ്റെ ഒരു നിയമം, റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നൊരു നിയമം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരുവാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ നമ്മൾ ളാലിമുകളാണ്. ബൽ ഉലൈക, എന്നാൽ അക്കൂട്ടർ, ഹും അവർ തന്നെയാണ്, അല്ലാലിമൂൻ അക്രമികൾ അവർ തന്നെയാകുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചത്. അങ്ങനെയാണ്, അവരക്രമികളാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടെ വിശദീകരണം കൊടുത്തപ്പോൾ പറയുന്നത് നോക്കൂ, ബൽ ഹുമുൽ ളാലിമൂനൽ ഫാജിറൂൻ, അവർ തെമ്മാടികളായ അക്രമികളാണ്. വല്ലാഹു വറസൂലുഹു മുബർരിആനി, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലുമൊക്കെ ഒഴിവായവരാണ്. എന്തിൽ നിന്ന്? മിമ്മാ യളുന്നൂന, അവരുടെ ദുഷിച്ച ഊഹങ്ങളിൽ നിന്നും, വയതവഹമൂന, അവരുടെ ഈ തോന്നലുകളിൽ നിന്നും. എന്തിനെക്കുറിച്ചുള്ള? മിനൽ ഹൈഫി വൽ ജൗരി, അള്ളാഹു അല്ല അക്രമോ അവൻ്റെ റസൂലോ അക്രമോ അനീതിയൊക്കെ കാണിക്കോ എന്ന അവരുടെ ഈ തോന്നലുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ റബ്ബും അവൻ്റെ റസൂലും ഒഴിവാണ്. തആലല്ലാഹു വറസൂലുഹു അൻ ദാലിക, അള്ളാഹുവും അവൻ്റെ റസൂലും ഒക്കെ ഇത്തരം അനീതി അക്രമങ്ങളിൽ നിന്നൊക്കെ എത്രയോ ഉന്നതന്മാരാണ്. അപ്പം ഇവരുടെ കേവലം അക്രമ മനസ്ഥിതി എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിനെ സംബന്ധിച്ച് പറയാനില്ല എന്നാണ് മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു പറഞ്ഞവസാനിപ്പിച്ചത്. ഇനി നോക്കൂ നിങ്ങൾ, ഇതേ അവസരത്തിൽ, ഇതിപ്പോൾ മുനാഫിക്കുകളുടെ കാര്യമാണ്. ഇനി വിശ്വാസികളുടെ സ്വഭാവം എന്താണ്? അതിലാണ് നമ്മൾ ചേരേണ്ടത് സഹോദരങ്ങളെ. റബ്ബിൻ്റെ വിധിവിലക്കുകളോട്, അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളോട് ഒരു വിശ്വാസിയുടെ നിലപാട് എങ്ങനെയായിരിക്കും? അത് നമ്മൾ ഈ ആയത്ത് നമ്മൾ മനഃപ്പാഠമാക്കി വെക്കണം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണത്. എന്താണ് അല്ലാഹ് പറയുന്നത്? ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഊ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, തീർച്ചയായും നിശ്ചയമായും സത്യവിശ്വാസികളുടെ വാക്ക്. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, നിശ്ചയമായും മുഅ്മിനീങ്ങളുടെ അഥവാ നല്ല ഈമാനുള്ള സത്യവിശ്വാസികളുടെ വാക്ക് എന്ത് മാത്രമായിരിക്കും? എന്തു മാത്രമേ അവരുടെ വാക്കാവുകയുള്ളൂ? ഇദാ ദുഊ ഇലല്ലാഹ്, എപ്പോൾ? ഇദാ ദുഊ, അവർ വിളിക്കപ്പെടുന്നതായാൽ, അവർ ക്ഷണിക്കപ്പെടുന്നതായാൽ. എങ്ങോട്ട്? ആരിലേക്ക്? ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക്, അഥവാ അല്ലാഹുവിൻ്റെ കിതാബിലേക്ക്, അല്ലാഹുവിൻ്റെ ഖുർആനിലേക്ക് മുഅ്മിനീങ്ങൾ വിളിക്കപ്പെട്ടാൽ. വറസൂലിഹി, അവൻ്റെ റസൂലിലേക്കും അവർ വിളിക്കപ്പെടുന്നതായാൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത്
റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ സന്നിധിയിലേക്ക് ചെന്ന്, അതുമല്ലെങ്കിൽ അവിടുത്തെ കൽപ്പനകളെ മാനിച്ചുകൊണ്ടൊക്കെ. പ്രവാചക വഫാത്തിന്റെ ശേഷമോ ഇന്നിപ്പോൾ നമ്മൾക്ക് എന്താ ബാധകം? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് പറ്റൂലല്ലോ. അള്ളാഹുവിൻ്റെ റസൂൽ ഇന്ന് നമ്മുടെ കൂടെയില്ല, അവിടുന്ന് ബർസഖിൽ അത്യുന്നതമായ ജീവിതത്തിലാണ്. ശരി, അപ്പോ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും വിശ്വാസികൾ അഥവാ ഖുർആനിലേക്കും സുന്നത്തിലേക്കും വരൂ എന്ന് വിശ്വാസികളോട് പറയപ്പെടുന്നതായാൽ, വിശ്വാസികൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കപ്പെടുന്നതായാൽ എന്തിന്? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് വിധി പറയുവാൻ, അവർക്കിടയിൽ വിധി പറയുവാനായി. ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിലേക്ക് വരൂ, അള്ളാഹുവിൻ്റെ കിതാബിലേക്ക് വരൂ, റസൂലുള്ളാഹിന്റെ ഹദീസുകളിലേക്ക് വരൂ എന്നവരോട് ക്ഷണിക്കപ്പെടുന്നതായാൽ മുഅ്മിനീങ്ങൾക്ക് ഒരൊറ്റ വാക്കേ ഉണ്ടാവുകയുള്ളൂ. ആ വാക്കെന്താണ്? അയ്യഖൂലൂ, അവർ പറയുക എന്നത് മാത്രമാണ്. എന്താണ് അവർ പറയുക? സമിഅനാ വ അത്അനാ, അതാണ് മുഅ്മിനീങ്ങൾ പറയുക. സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു റബ്ബേ, ഞങ്ങൾ കേട്ടിരിക്കുന്നു. കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ തള്ളുന്നവരല്ല ഞങ്ങൾ. അതുപോലെ തന്നെ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, അതും കേവലം വായ കൊണ്ടുള്ള അനുസരണമല്ല. വ അത്അനാ, ഞങ്ങൾ ശരിക്കും അനുസരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ മുഅ്മിനീങ്ങൾ പറയുകയുള്ളൂ. വിശ്വാസികൾ അവരെ ഖുർആനിലേക്കും ഹദീസിലേക്കുമൊക്കെ വിളിക്കപ്പെട്ടാൽ അവരെന്താ പറയാ? അവർ കേട്ടാൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അതേ അവസരത്തിൽ മുനാഫിക്കുകൾ എന്താ പറയാ? സമിഅനാ വ അസൈനാ. മുനാഫിക്കുകളും യഹൂദികളും ഒക്കെ അതാ പറയാ, ഞങ്ങൾ കേട്ടു, പക്ഷെ ഞങ്ങൾ അനുസരിക്കൂല, ഞങ്ങൾ അനുസരണക്കേട് കാണിക്കും. കേട്ടുതരാ, കേൾക്കാപ്പം ഞങ്ങളെല്ലാവരും കേൾക്കും, പക്ഷെ ഞങ്ങൾ അനുസരിക്കൂല. ഞങ്ങൾ ഖുർആനല്ലേ നിങ്ങളോട് പറയുന്നത്, ഹദീസുകളല്ലേ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ പറയുന്നതൊക്കെ കാര്യമാണ്, പക്ഷെ ഞങ്ങൾക്കത് അനുസരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഞങ്ങളുടെ കാരണവന്മാരായിട്ട് ജീവിച്ച് ആചരിച്ചു പോകുന്നത് നിങ്ങളീ പറയുന്ന കാര്യമല്ല. അപ്പം അതിനോട് വിരുദ്ധമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഞങ്ങൾ ഒറ്റപ്പെടും. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ സുന്ദരമായ വിശ്വാസങ്ങളിൽ നിന്ന്, ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന്, സുന്നത്തുകളിൽ നിന്ന് എത്ര ആളുകളാണ് ഇന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നത്? സഹോദരങ്ങളെ, സമൂഹത്തിലുള്ള ആളുകളുടെ തൃപ്തിയാണോ നമുക്ക് വലുത്, അതോ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവുമാണോ വലുത്? മുഅ്മിനീങ്ങൾക്കതാ വലുത്. മുഅ്മിനീങ്ങളതാണ് അവരോട് ഇദാ ദുഊ ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും അവർ ക്ഷണിക്കപ്പെടുന്നതായാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി ഇതാ വരൂ, ഖുർആനിലേക്ക് വരൂ, ഹദീസിലേക്ക് വരൂ എന്ന് പറയപ്പെടുന്നതായാൽ മുഅ്മിനീങ്ങളുടെ വാക്ക് ഇപ്രകാരം മാത്രമായിരിക്കും. അതെപ്രകാരമാണ്? അയ്യഖൂലൂ, അവർ ഇങ്ങനെ പറയുക എന്നത് മാത്രമേ അവരിൽ നിന്ന് സംഭവിക്കുകയുള്ളൂ. സമിഅനാ വ അത്അനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കാനും സന്നദ്ധരാണ്, അനുസരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് പറയാൻ കഴിയാന്നുള്ളതൊരു തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് അല്ലാഹു തആല ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞ കാര്യം എന്താണ്? ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർ, അങ്ങനെയുള്ള അക്കൂട്ടർ അവർ തന്നെയാണ് വിജയം വരിച്ചിട്ടുള്ള ആളുകൾ. മുഫ്ലിഹ്, വിജയിച്ചവൻ. അഫ്ലഹ, വിജയിച്ചു. മുളാരി യുഫ്ലിഹു, വിജയിച്ചവൻ. മുഫ്ലിഹ്, അതിൻ്റെ ബഹുവചന പ്രയോഗമാണ് മുഫ്ലിഹൂന. അക്കൂട്ടർ മാത്രമാണ്, അവർ തന്നെയാണ് വിജയികളും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്.